ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ശാശ്വതമായി നിലനിൽക്കുന്ന പ്രതിഫലങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? കഷ്ടതയുള്ള ഈ ഭൂമിയിൽ, മുള്ളും പറക്കാരെയും മുളച്ചിട്ടുള്ള ഈ ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായി കണ്ണുനീരില്ലാത്ത നിത്യമായ ജീവനും സമാധാനവും സന്തോഷവുമുള്ള ഒരു ദേശം നമുക്കുണ്ടെന്ന് ദൈവം വചനത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2:9 ശ്രദ്ധിക്കൂ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യഹൃദയവും ചിന്തിച്ചിട്ടില്ലാത്തതും എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെയുള്ളത് ദൈവം അവിടുത്തെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. വെളിപാട് 21:2-4 വരെ വായിച്ചാലും കണ്ണുനീരോ വേദനയോ വിലാപമോ രോദനമോ മരണമോ ഇല്ലാത്ത ഒരു സ്ഥലത്തെയാണ് വർണ്ണിക്കുന്നത്. അതിനാൽ തന്നെ നാം ഭൂമിയിൽ പരദേശികൾ, അപരിചിതർ, തീർത്ഥാടകർ എന്ന രീതിയിൽ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കഷ്ടതയുള്ള ലോകം നമ്മുടെ അവസാന ഭവനമല്ല. ദൈവജനമെന്ന നിലയിൽ നാം ഈ ലോകത്തിന് അന്യരും പരദേശികളും തീർത്ഥാടകരുമാണ്. 1 യോഹന്നാൻ 2:17 ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നുവെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ 17:14-18 വരെ വായിച്ചാൽ യേശു വ്യക്തമായി പറയുന്നുണ്ട്, നാം ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റേതല്ല എന്ന്. ലോകത്തിലേക്ക് നമ്മെ അയച്ചിരിക്കുന്നത് മത്തായി 5:13-14 പറയുന്നത് പോലെ അന്ധകാരമുള്ള ലോകത്തിൻ്റെ വെളിച്ചവും രുചിയില്ലാത്ത ഭൂമിയുടെ ഉപ്പും ആകുവാനായിട്ടാണ്. ഇതെല്ലാം നോക്കിപ്പാർത്ത് ജീവിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനുമെല്ലാം ഈ ഭൂമിയിൽ ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ സമ്പത്ത് താൽക്കാലികവും ക്ഷണികവുമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. സ്ഥിരമായി താമസിക്കാൻ ഒരിടം ദൈവം അവരെ അനുവദിച്ചില്ല. കൂടാരങ്ങളിൽ മാറി മാറി പാർത്തിരുന്നു. എബ്രായർ 11:9-10 പൗലോസ് പറയുന്നത് കേൾക്കൂ. അദ്ദേഹം വാഗ്ദാന ദേശത്ത് വിശ്വാസത്താൽ ഒരു പ്രവാസിയെപ്പോലെ ജീവിച്ചു. ഇതേ വാഗ്ദാനത്തിന് അവകാശികളായ ഇസഹാക്കും യാക്കോബും അതുപോലെ തന്നെ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം ശില്പിയും നിർമ്മാതാവുമായ അടിസ്ഥാനമിട്ട ഒരു നഗരത്തിനായി അബ്രാഹാം കാത്തിരുന്നു. സാറ മരിച്ചപ്പോൾ അടക്കാൻ പോലും സ്വന്തമായി ഭൂമിയില്ലാതിരുന്നതിനാൽ അബ്രാഹാം വിലക്കി വാങ്ങിയതായി ബൈബിളിൽ പറയുന്നു. ഉൽപ്പത്തി 23:4 കേൾക്കൂ. അദ്ദേഹം അവരോട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അന്യനും പ്രവാസിയുമാകുന്നു. എൻ്റെ മരിച്ചവളെ അടക്കേണ്ടതിന് എനിക്കിവിടെ ശ്മശാനത്തിനുള്ള കുറേ സ്ഥലം വിലക്കി തരണമെന്ന് പറഞ്ഞു. ജോസഫ് യാക്കോബിനെ ഫറവോൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ഫറവോൻ യാക്കോബിന് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് ഫറവോനോട് പറയുന്നത് ഉൽപ്പത്തി 47:9 കാണാം. കേൾക്കൂ. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ വർഷങ്ങൾ 130 ആയിരിക്കുന്നു. എൻ്റെ വർഷങ്ങൾ ചുരുക്കവും പ്രയാസകരവുമാണ്. അവ എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണ വർഷങ്ങളോളം ആയിട്ടുമില്ല എന്ന് പറഞ്ഞു. ഈ ലോകത്ത് നമുക്ക് എന്തുണ്ടായാലും നാം ഇവിടെ പരദേശികളായാണ് ജീവിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. നാമും ആ സത്യം ഉൾക്കൊള്ളണം സഹോദരങ്ങളെ. അത് നമുക്ക് വളരെ വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. 1 പത്രോസ് 2:11 പ്രവാസികളും പരദേശികളുമായി നമ്മൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലാൻ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. സങ്കീർത്തനം 39:12 1 ദിനവൃത്താന്തം 29:15 നാം അന്യരും പരദേശികളുമാണെന്ന് പറയുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന നാം യേശുവിൻ്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കണം. യേശു യോഹന്നാൻ 14:23 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെയില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം ഭൂമിയിലെ താൽക്കാലിക താമസക്കാരും അപരിചിതരും തീർത്ഥാടകരുമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനവും ആഴത്തിലുള്ള ആഗ്രഹവും പരിശുദ്ധാത്മാവിനാൽ ഏവർക്കും ലഭിക്കട്ടെ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.